ബി പ്ലാനിങ്ങിൽ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കും അതുപോലെ ജെഇ മെയിൻ, ജെഇ അഡ്വാൻസ് പോലെയുള്ള എല്ലാ എക്സാമുകളിലും വളരെ മനോഹരമായ ഒരു റാങ്ക് കരസ്ഥമാക്കിയ ഗൗരി ശങ്കറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ഗൗരി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എൻ്റെ പേര് ഗൗരി ശങ്കർ എന്നാണ്. എൻ്റെ വീട് ആലപ്പുഴയിലാണ്, ഹരിപ്പാട്. എൻ്റെ അച്ഛൻ വിനോദ് കുമാർ, അമ്മ രശ്മി, അനിയൻ ദേവനാരായൺ, പിന്നെ അമ്മൂമ്മയുണ്ട് വിജയമ്മ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ അച്ചീവ്മെൻറ്റ്സിനെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം ഏത് കോളേജിലാണ് ഗൗരിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്? എനിക്ക് IT മദ്രാസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സ്ട്രീം ഏത് സ്ട്രീമിലാണ്? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പം ആ ഒരു സ്ട്രീം സെലക്ട് ചെയ്യാനുള്ള റീസൺ? എനിക്കിങ്ങനെ ഒരു പ്രത്യേകിച്ച് ബ്രാഞ്ചിനോട് അങ്ങനെ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ബട്ട് അങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിയപ്പം എനിക്ക് ഇച്ചിരി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇച്ചിരി സ്റ്റേബിൾ ബ്രാഞ്ചായിട്ട് ഫീൽ ചെയ്തു. മാത്രമല്ല അവിടുത്തെ ഓപ്ഷൻസ് ഇച്ചിരി വൈഡായിട്ട് ഫീൽ ചെയ്തു. അപ്പം അങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്തത്. ഓക്കെ, ബ്രില്യൻറ്റിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പം എങ്ങനെയാണ് ബ്രില്യൻറ്റിലേക്ക് വരാനുള്ളൊരു? ആക്ച്വലി എൻ്റെ പഴയ സ്കൂളിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവനാണ് എന്നെ ബ്രില്യൻറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ പ്രോസൊക്കെ എന്നെ പറഞ്ഞു തന്നു. അപ്പം എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തു ഇത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, എൻ്റെ ഹൊറൈസൺസ് ഒക്കെ ഇച്ചിരി വൈഡൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തത്. അപ്പോൾ ഗൗരി ബ്രില്യൻറ്റിൽ ഏത് കോഴ്സിലായിരുന്നു ജോയിൻ ചെയ്തിട്ടുള്ളത്? ഞാൻ കീംസ് മാന്നാനത്ത് 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിലായിരുന്നു ജോയിൻ ചെയ്തത്. എങ്ങനെയായിരുന്നു ആ ഒരു ബ്രില്യൻറ്റിൻ്റെ കൂടെയുള്ള ജേർണി? ആക്ച്വലി ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. കാരണം വീക്ക്ലി എക്സാംസ് ഉണ്ടായിരുന്നു, പിന്നെ മോഡൽ എക്സാംസ് ഉണ്ടായിരുന്നു, പിന്നെ പിയേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും എൻ്റെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തന്നു. പിന്നെ ഫെസിലിറ്റീസിൻ്റെ കാര്യം പറയേണ്ട, എല്ലാം നല്ല തന്നെയായിരുന്നു. എല്ലാ രീതിയിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു ജേർണി ആയിരുന്നു. അപ്പോൾ ഗൗരി ആദ്യമായിട്ടാണോ ഹോസ്റ്റലിലേക്ക് പോകുന്നത്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്? അതെ, ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ മാറി. അപ്പോൾ എങ്ങനെ പാരൻസിനെ വിട്ടു നിൽക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് മീൻസ് ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു, ഹോം സിക്നെസ്? അതെ, ഞാൻ ആദ്യത്തെ മന്ത് നല്ലോണം ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം വീട്ടിൽ മാറി നിൽക്കുക, പുതിയ കൂട്ടുകാർ, അപ്പം ഇതൊക്കെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് എങ്ങനെ ഡീൽ ചെയ്തു? പിന്നെ ഒരു ഫ്ലോയിൻ്റെ കൂടെ പോയെന്ന് പറയാം. കാരണം കൂട്ടുകാരാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും സിമിലർ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നവർ തന്നെയായിരുന്നു. അപ്പം അവരുടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പീനിയൻസ് ഷെയർ ചെയ്തപ്പം എനിക്കും ഒരു സന്തോഷം തോന്നി, ഒരു കംഫർട്ട് തോന്നി. അപ്പം എന്തൊക്കെയാണ് ഇനി ഗൗരിയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഒന്നുമില്ല, ഇപ്പം എൻ്റെ ഈ 4 ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതനുസരിച്ച് പോകാവുന്നതാണ്. ഇപ്പോൾ വളരെ ഒരു എല്ലാവരും അഭിമാനത്തോടെ കാണുന്ന മറ്റു കുട്ടികൾ, ഇപ്പം ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ വളരെ അഭിമാനത്തോടെ കാണുന്ന ഒരു സക്സസ് ആണിത്. അപ്പോൾ ഇനി ആ കുട്ടികളോട് എന്താണ് ഗൗരിക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഈ 2 വർഷത്തെ ജേർണി ഒരു ഭാഗത്തും നമ്മുടെ ഒരു ഫ്യൂച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന എക്സാമൊന്നും നടക്കുന്നില്ല. ഏതെങ്കിലും ഒരു എക്സാമിൽ ഡൗൺ ഫേസ് ചെയ്താൽ അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിനെ ഒരു മോട്ടിവേഷനായിട്ട് കണ്ടാൽ മതി. എന്നിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോയാൽ മതി. ഇപ്പം ഫൈനൽ എക്സാം മാത്രമേ മാറ്റർ ചെയ്യുന്നുള്ളൂ. അതുവരെയുള്ള എല്ലാ എക്സാംസിനെയും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇത്രയുള്ളൂ. ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഒരു എന്തെങ്കിലും കോട്സോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് ഇവിടെ എൻ്റെ കൂടെ ഉള്ള ഞാനും എല്ലാവരും ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ് തന്നെയാണ്. ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ ഫേസ് ചെയ്ത് ഓവർകം ചെയ്തിട്ട് നല്ലോണം എക്സാം എഴുതിയാൽ മതി. ഉറപ്പായിട്ടും റിസൾട്ട്സ് കിട്ടും. ബി പ്ലാൻ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് മാത്രമല്ല 100% കിട്ടിയ ഓൾ ഇന്ത്യ ലെവലിൽ ഒരേ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ ഗൗരി ശങ്കറാണ്. അപ്പം ആ ഒരു അത്രയും വലിയൊരു റിസൾട്ട് അതിൽ എക്സൈറ്റഡ് ആണോ? ആ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ആക്ച്വലി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ റിസൾട്ട് കിട്ടുമെന്ന്. ഞാൻ ഇങ്ങനെ ഒരു റാൻഡം ആഫ്റ്റർനൂൺ ആയിരുന്നു. അപ്പോൾ അപ്പോഴാണ് സാർ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ട്. അപ്പം ആക്ച്വലി എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ സൈറ്റ് കയറി നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പം ഫ്രണ്ട്സൊക്കെ അടുത്തുണ്ടായിരുന്നു. എല്ലാവരും ആ ഒരു മൊമെൻറ്റിലേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കൺഗ്രാറ്റുലേറ്റ് ഒക്കെ ചെയ്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത്. ആക്ച്വലി ആ ഒരു മൊമെന്റ് വളരെ സ്പെഷ്യൽ ആണ്. അതെ അതെ. പാരൻസിന്റെ ഒക്കെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പേരൻസിനെ വിളിച്ചു. അപ്പം അച്ഛനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എല്ലാവരും നല്ല സന്തോഷമായിരുന്നു. അവരങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുമെന്ന്. ആക്ച്വലി നല്ലൊരു മൊമെന്റ് തന്നെയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഗൗരി ശങ്കറിന്റെ ഇത്രയും വലിയൊരു വിജയത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഏതൊരു രക്ഷകർത്താവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മക്കളുടെ വിജയം അതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. അതിൻ്റെ ഒരു മൊമെൻ്റാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നത്. അത് ഒരിക്കലും നിർവചിക്കാൻ പറ്റാത്തൊരു സന്തോഷം. അതിന് വേറെ ഒരു വാക്കുകളൊന്നും പറയാനില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഞ്ചിനീയറാണ്. കാരണം നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പുതിയ ഒരു റേഞ്ചിലുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുക, അങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ അടുത്ത ജനറേഷൻ ആ ഒരു ലെവലിലേക്ക് വളരുന്നത് നമുക്കിപ്പോഴും സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാം ഒരു
എന്താ പറയുക, ഒരു വലിയൊരു അഭിലാഷം, ഏറ്റവും ഇത്രയും നാളത്തെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു മുഹൂർത്തം. അതിയായ സന്തോഷം. ബ്രില്യൻറ്റിലേക്ക് വരാനുള്ള, അല്ലെങ്കിൽ ബ്രില്യൻറ്റിലേക്ക് ഗൗരീഷിനെ കൊണ്ടുവരാനുള്ള അത് ശരിക്കും ഒരു വലിയൊരു റിസർച്ച് നടത്തിയെന്ന് തന്നെ പറയാം. ഞങ്ങൾ ഏകദേശം ഒരു 8ാം ക്ലാസ് വരെ കേരളത്തിന് പുറത്താണ് പഠിച്ചത്. ആ ഒരു ടൈമിലാണ് ഈ ഒരു IIT എന്നൊരു അംബിഷൻ അവൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അന്നേരം അങ്ങനെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൽ എവിടെയാണ് ഇതിന് പറ്റിയൊരു കോച്ചിങ് കിട്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു റിസർച്ച് നമ്മൾ നടത്തിയിരുന്നു. അന്നേരം അതിൽ നിന്ന് നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ബ്രില്യൻസ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ കേരളത്തിലില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി. അന്നേരം 10ാം ക്ലാസ്സിലാണ് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിന് അവനെ ജോയിൻ ചെയ്യിക്കുന്നത്. ആ 10ാം ക്ലാസ്സിലെ ഫൗണ്ടേഷൻ കോഴ്സ് ഓൺലൈനിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള സ്ക്രീനിങ് ടെസ്റ്റിനകത്ത് അവന് അത്യാവശ്യം നല്ലൊരു റാങ്ക് കിട്ടുമെന്ന് വെച്ചിട്ട് നമുക്ക് KE സ്കൂളിൽ, മാന്നാനം KE സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്ന ലെവലിലുള്ള ഒരു റാങ്ക് ഉണ്ടായിരുന്നു. അന്നേരം അതും നമ്മൾ ആ ഒരു പ്രയോറിറ്റിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. നമ്മൾ അത് തന്നെയാണ്, വേറൊരു ഓപ്ഷൻ നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അവനും അതിന് വ്യക്തമായ താല്പര്യം ഉണ്ടായിരുന്നു. ഒരു ഹോസ്റ്റലിൽ വന്ന് നിന്ന് പഠിക്കുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ അവൻ്റെ ഒരു അംബിഷൻ കൂടെ ആയിരുന്നു. നമ്മളതിനെ കൂടെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളുടെ സൈഡിൽ നിന്ന് അതിന് സപ്പോർട്ട് കൊടുത്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഒപ്പം വളരെ ലോങ് ജേർണി തന്നെയാണ് ഗൗരീഷ് നടത്തിയിട്ടുള്ളത്. അപ്പം വളരെ വലിയൊരു വിജയം, അതിൽ വളരെ കൺഗ്രാജുലേഷൻ, ഓൾ ദി ബെസ്റ്റ്. ഫ്യൂച്ചറിൽ വളരെ നല്ലൊരു സക്സസ്സിൽ എത്തട്ടെ. Brilliant Study Center, India's #1 coaching center for NEET and JEE.